എല്ലാവർക്കും നമസ്കാരം. GAMAT 101 മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനു മുൻപ് നമ്മളൊരു ലെങ്തി വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ മൊഡ്യൂൾ 4 കൂടുതൽ ക്വസ്റ്റ്യൻസും പിന്നെ 3 കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെയാണ് ചെയ്തത്. നമുക്ക് ആദ്യത്തെ മൊഡ്യൂളുകൾ മൊഡ്യൂൾ 1 ഉം 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1 2 3 ഒരു 2 എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് പ്രതീക്ഷിക്കേണ്ടത്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്കാം. നോക്കണേ, നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിക്കോ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു 100% നമുക്ക് ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിലൊരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നേരിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയിരിക്കും കിട്ടുക. റാഷണലൈസ് ചെയ്ത്, അതായത് കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, സോ അപ്പോൾ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് എന്താണ് വരിക? റൂട്ട് ഓഫ് -1 സ്ക്വയർ 1 വരും, +8 -3 ബൈ -1 + 1 റൂട്ട് 9 എന്നുള്ളത് 3 വരും, -3 ബൈ -1 + 1 0 വരും. ഇപ്പോൾ ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്താൽ 0/0 ആണ് കിട്ടുക. അത് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ലിമിറ്റ് x ടെൻസ് ടു -1 റൂട്ട് ഓഫ് x² + 8 -3 ഡിവൈഡഡ് ബൈ x + 1 ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് x² + 8 -3 അതിൻ്റെ കോഞ്ചുഗേറ്റ് ആയിട്ടുള്ള റൂട്ട് x² + 8 -3 എന്നുള്ളത് +3 ആക്കും അല്ലേ? അത് നമ്മൾ മുകളിലും മൾട്ടിപ്ലൈ ചെയ്തു, അതേ സെയിം സാധനം നമ്മൾ താഴെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഇപ്പോൾ എന്താണ് വരിക? റൂട്ട് x² + 8 +3 എന്ന് വരും. ഇനി ന്യൂമറേറ്റർ നോക്കിക്കേ. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു -1. ന്യൂമറേറ്ററിൽ എന്ത് അപ്ലൈ ചെയ്യാം? a - b × a + b അപ്ലൈ ചെയ്യാം. a - b × a + b എന്താണ്? a² - b². ഓക്കെ, ഇപ്പോൾ റൂട്ട് x + 8 സ്ക്വയർ, റൂട്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ക്യാൻസൽ ആയി പോകും. ബാക്കി x² + 8 ഉണ്ടാവും, -3 സ്ക്വയർ എന്ത് വരും? 9 വരും. ഓക്കെ, ക്ലിയർ ആണോ നോക്കണേ മക്കളെ? റൂട്ട് ഓഫ് x² + 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ x² + 8 -3 സ്ക്വയർ 9 വരും, ഡിവൈഡഡ് ബൈ x + 1 ഇൻറ്റു റൂട്ട് x² + 8 +3 എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു -1 x², 8 - 9 എന്ന് പറഞ്ഞാൽ -1 വരും, ഡിവൈഡഡ് ബൈ x + 1 ഇൻറ്റു റൂട്ട് ഓഫ് എന്താണ്? x² + 8 +3. ഓക്കെ, സോ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്ററിൽ 1 ഉണ്ട്, അതിനെ എനിക്ക് വേണമെങ്കിൽ 1² എന്ന് എഴുതാം. എന്നിട്ട് ഇതേ ഇക്വേഷൻ a² - b² a + b × a - b അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് വരിക? ലിമിറ്റ് x ടെൻസ് ടു -1 x² - 1² എന്ന് പറഞ്ഞാൽ x + 1 ഇൻറ്റു x - 1 എന്ന് വരും. ശരിയാണല്ലോ? a + b × a - b ആണ് a² - b², ഡിവൈഡഡ് ബൈ എന്ത് വരുവാടാ? x + 1 ഇൻറ്റു ബ്രാക്കറ്റിൽ റൂട്ട് x² + 8 +3 എന്ന് വരും. ഓക്കെ അല്ലേ മക്കളെ? അവിടെ നമുക്ക് x + 1 കട്ട് ചെയ്ത് കളയാം. ഇനി എന്ത് ചെയ്യുക? ഇനി ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ മുകളിലും താഴെയും 0 വരുത്തുന്ന ആൾ പോയി. ഇനിയിപ്പോൾ എക്സിന് -1 കൊടുത്താൽ മതി. -1 - 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് -1 സ്ക്വയർ 1 വരും, +8 +3 -1 - 1 -2 വരും, 1 + 8 9 വരും, റൂട്ട് 9 3 വരും, 3 + 3 6 വരും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് കട്ട് ചെയ്താൽ -1/3 എന്ന് വരും ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇത് സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്താണ്? -1/3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. രണ്ടാമത്തെ ചോദ്യം. At what points the function y = tan of πx/2 is continuous? ഇപ്പോൾ കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ്? പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇതിനൊരു ഫ്രാക്ഷൻ ആക്കണം. y = tan of πx/2 എന്നതിനെ നമ്മൾ എങ്ങനെ എഴുതണം? sin of πx / 2 ഡിവൈഡഡ് ബൈ cos of πx / 2 sin θ cos θ ആണ് tan θ. അറിയുന്ന കാര്യമാണല്ലോ.
ഇനി കണ്ടിന്യൂസ് ആവാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം, ലിമിറ്റ് എക്സിസ്റ്റ് ആയിരിക്കണം, ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റും സെയിം ആയിരിക്കണം. ഈ 3 കണ്ടീഷനാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻസ്. അപ്പോൾ അതിൽ ആദ്യത്തെ കണ്ടീഷൻ തന്നെ എന്താണ് നോക്കി നോക്കുക. അപ്പം ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പോൾ ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റുകളെ ഒഴിവാക്കി ബാക്കിയുള്ള പോയിന്റിലായിരിക്കും കണ്ടിന്യൂസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ 0 വരുന്ന പോയിന്റുകളാണ് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ്. ഡിവിഷൻ ബൈ 0 എന്നാൽ ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഈ ഡിനോമിനേറ്റർ എന്താവരുത്? 0 ആവരുത്. അപ്പോൾ 0 ആവുന്ന പോയിന്റുകൾ കണ്ടുപിടിക്കുക. എക്സെപ്റ്റ് ദാറ്റ് പോയിന്റ്സ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ 0 ആവുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ഡിനോമിനേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് കോസ് ഓഫ് പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 0. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 2n+1 ഇൻറ്റു പൈ ബൈ 2 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വെർ n ബിലോങ്സ് ടു ഇൻറ്റിജേഴ്സ്. സൈൻ എക്സിൻ്റെ കേസ് മക്കളെ വരുന്നെങ്കിലോ സൈൻ എക്സ് ഈക്വൽ ടു 0. ഇതേ ചോദ്യം തന്നെ ടാനിന് പകരം കോട്ടായിരുന്നെങ്കിൽ നമ്മളിതിനെ കോസ് ബൈ സൈൻ എന്ന് എഴുതിയാണ്. അപ്പോൾ സൈൻ എക്സ് 0 ആവുന്ന കേസാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. സൈൻ എക്സ് 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു n പൈ, n ബിലോങ്സ് ടു ഇൻറ്റിജേഴ്സ് ആണ്. ഓക്കെ, ഇത് രണ്ടും പഠിച്ചു വെക്കണേ. ഇപ്പോൾ കോസ് പൈ എക്സ് ബൈ 2 0 ആവണമെന്നുണ്ടെങ്കിൽ ഈ പൈ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്താവണം? പൈ എക്സ് ബൈ 2 എന്ന് പറയുന്നത് 2n+1 ഇൻറ്റു പൈ ബൈ 2 ആവണം. അപ്പോൾ നമുക്ക് പൈയും കട്ട് ചെയ്യാം, 2ഉം 2ഉം കട്ട് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു 2n+1. അവിടെ n ബിലോങ്സ് ടു എന്താണ്? ഇൻറ്റിജേഴ്സ്. n എന്താണ്? ഇൻറ്റിജേഴ്സ്. സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം? y എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് tan x by 2 കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിന്റ്സ് എക്സെപ്റ്റ് എന്താണ്? എക്സെപ്റ്റ് x is equal to 2n+1, n belongs to integers. ഓക്കെ, x ഈക്വൽ ടു 2n+1 ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ പോയിന്റിലും എന്താണെന്ന് പറയാം? നമുക്ക് കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ഓഫ് എ സ്ഫിയർ? ഇപ്പോൾ വോളിയം ഓഫ് എ സ്ഫിയറിൻ്റെ ഫോർമുല അറിയണം. 4/3 പൈ r³ ആണ് വോളിയം ഓഫ് എ സ്ഫിയർ. r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സ്ഫിയർ ആണ്. ഓക്കെ, വോളിയം ഓഫ് സ്ഫിയർ 4/3 പൈ r³, വോളിയം ഓഫ് ഹെമിസ്ഫിയർ 2/3 പൈ r³. ഇത് അറിഞ്ഞിരിക്കണം, അത് ചോദിക്കാറുള്ളതാണ്. വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്, വെൻ റേഡിയസ് ഈസ് 3 യൂണിറ്റ്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് dv/dr ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 4/3 പൈ ഇൻറ്റു r³ ഡെറിവേറ്റീവ് എന്ത് വരും? 3r². അറ്റ് റേഡിയസ് എത്ര ആകുമ്പോഴാണ്? റേഡിയസ് 3 യൂണിറ്റ് ആകുമ്പോൾ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. 3ഉം 3ഉം കട്ട് ചെയ്ത് കളയാം. ബാക്കി എനിക്ക് 4 പൈ r² വരും. അറ്റ് റേഡിയസ് ഇസ് ഈക്വൽ ടു 3. റേഡിയസിന് 3 കൊടുത്താലോ? 4 പൈ ഇൻറ്റു 3². 4 പൈ ഇൻറ്റു 9, 9×4 36 പൈ വരും ആൻസർ. യൂണിറ്റ് ഉൾപ്പെടെയാണ് മാർക്ക് വരുന്നത്. വോളിയത്തിൻ്റെ യൂണിറ്റ് പ്രത്യേകിച്ച് 3 യൂണിറ്റ്സ് എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി കേട്ടോ, ഇത്രയും യൂണിറ്റ്സ് എന്ന് മതി. ഓക്കെ, ഇനിയിപ്പം എന്താണ്? ഇപ്പോൾ സെൻറ്റിമീറ്ററിലാണ് ചോദ്യം പറയുന്നത്. റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആകുമ്പോഴാണെങ്കിൽ നമ്മുടെ എന്താണ് യൂണിറ്റ് വരിക? വോളിയത്തിൻ്റെത് സെൻറ്റിമീറ്റർ³ വരും ബൈ റേഡിയസിൻ്റെ സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താണ് 3 യൂണിറ്റ്സിന് പകരം 3 സെൻറ്റിമീറ്റർ എന്നായിരുന്നു ഇങ്ങനെ വന്നേനെ. 3 മീറ്റർ എന്നായിരുന്നെങ്കിൽ m³ പെർ മീറ്റർ എന്ന് വന്നേനെ. ഓക്കെ, അപ്പം എന്താണ് യൂണിറ്റ്സ് എന്ന് എഴുതിയതുകൊണ്ട് നമ്മൾ എന്താണ് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ സെൻറ്റിമീറ്ററോ മീറ്ററോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നു നമ്മൾ യൂണിറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കോളൂ. നാലാമത്തെ ചോദ്യം. ഫൈൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ f of xy equal to 1/x² plus y². f of xy is equal to 1 divided by റൂട്ടിനകത്ത് x² plus y². ഈ ഫംഗ്ഷൻ്റെ ഡൊമൈനും നമ്മൾ കണ്ടുപിടിക്കണം, ഈ ഫംഗ്ഷൻ്റെ റേഞ്ചും കണ്ടുപിടിക്കണം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ്. റൂട്ടിനകത്ത് നെഗറ്റീവ് ഇൻപുട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. കാരണം എന്താ? എക്സിനും വൈക്കും ഏത് വാല്യൂ കൊടുത്താലും അത് സ്ക്വയർ എടുത്ത് പോസിറ്റീവ് ആക്കും. അപ്പോൾ ഒരിക്കലും നെഗറ്റീവ് വരുമെന്നുള്ള ഭയം നമുക്ക് വേണ്ട. നെഗറ്റീവ് സംഖ്യ എന്താണ്? റൂട്ടിനകത്ത് നെഗറ്റീവ് വരുമെന്നുള്ള ഭയം നമുക്ക് വേണ്ട. കാരണം എന്താ? എക്സിനും വൈക്കും ഞാൻ ഏത് നെഗറ്റീവ് നമ്പറോ പോസിറ്റീവ് നമ്പറോ കൊടുത്താലും എനിക്ക് റൂട്ടിനകത്ത് പോസിറ്റീവ് വരത്തുള്ളൂ, കാരണം അത് സ്ക്വയർ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഭയം ഞാൻ മാറ്റി വെച്ചു.
ഇപ്പോൾ എക്സ് സ്ക്വയർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആദ്യം പരിഗണിക്കുന്നത് റൂട്ടിനകത്ത് നെഗറ്റീവ് വരുന്ന കേസായിരുന്നു. ഇവിടെ എനിക്കത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാരണം റൂട്ടിനകത്ത് എക്സിന് വൈക്ക് ഏത് വില കൊടുത്താലും നെഗറ്റീവ് വരത്തില്ല. എക്സിന് വൈക്ക് ഏത് വില കൊടുത്താലും അത് സ്ക്വയർ എടുത്തുകൊണ്ട് പോസിറ്റീവ് ആക്കിക്കോളും. അപ്പോൾ ആ പേടി ഞാൻ മാറ്റി. ഇനി എന്നെ അടുത്തതിനെ കുറിച്ച് ആലോചിക്കുക. ഇനി റൂട്ടിനകത്ത് 0 വന്ന പ്രശ്നമില്ല, റൂട്ട് 0 ആണ്. പക്ഷേ ഇത് ഫ്രാക്ഷനാണ്, ഡിവിഷൻ ബൈ 0 പ്രശ്നമാണ് അല്ലേ. 1/0 വന്നാൽ അത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ ആ കേസ് ഒഴിവാക്കണം. അപ്പോൾ എന്താണ്, എക്സും വൈയും 0 ആവുന്ന കേസ്. എക്സ് 0 ആവാൻ പാടില്ല, വൈയും 0 ആവാൻ പാടില്ല. ഇത് ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഡൊമൈൻ എഴുതാൻ. അപ്പോൾ നമ്മുടെ ഡൊമൈൻ എന്തോടാ വരുന്നത്? ഡൊമൈൻ എന്ന് പറയുന്നത് എല്ലാ റിയൽ നമ്പറും എനിക്ക് എക്സിനും വൈക്കും ഓർഡേർഡ് പെയറായിട്ട് കൊടുക്കാം. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? 0,0 എക്സിനും വൈക്കും 0,0 എന്നുള്ള ഓർഡേർഡ് പെയർ ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി റേഞ്ച്, ഇതിൻ്റെ റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്, ഡിനോമിനേറ്ററിൽ എന്ത് വരാൻ പോകുന്നില്ല? 0 വരാൻ പോകുന്നില്ല. കാരണം 0 കൊടുക്കുന്ന കേസ് ഞാൻ ഒഴിവാക്കി. അപ്പം എന്താണ്, 1 ഡിവൈഡഡ് ബൈ എന്താണ്, ഡിനോമിനേറ്റർ ഒരിക്കലും 0 വരത്തില്ല. അതായത് ഓപ്പൺ 0, ഇതിൻ്റെ ഉത്തരമാണ് കേട്ടോ, എക്സിന് വൈക്കും കൊടുക്കുന്ന വാല്യൂ അല്ല. ഇതിൻ്റെ റേഞ്ച് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ റേഞ്ച് എന്താണ്? നോർമലി വെറുതെ ആലോചിക്കുക, റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ റേഞ്ച് എന്താണ്? നോർമലി റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റി ആണ് അല്ലേ. പക്ഷേ ഇവിടെ ഡൊമൈനി 0 ഇല്ലാത്തതുകൊണ്ട് ഓപ്പൺ 0 ഇൻഫിനിറ്റി ആണ് ഇതിൻ്റെ റേഞ്ച് വരിക. 1/ഓപ്പൺ 0 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഓപ്പൺ 0 ഇൻഫിനിറ്റി തന്നെയാണ് ഇതിൻ്റെ റേഞ്ച് വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എത്തിപ്പെടാത്ത ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഓപ്പൺ ഇൻഫിനിറ്റി തന്നെ എന്താണ്, പിന്നെ വാല്യൂസ് ഇപ്പോൾ 1/2, 1/3, 1/4 അങ്ങനെ ഇൻഫിനിറ്റി വരെ നമുക്കത് നീണ്ടുപോകാം. അപ്പോൾ റേഞ്ച് ഓപ്പൺ 0 ഇൻഫിനിറ്റി ആണ്, ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റി അല്ല കേട്ടോ. 0 നമുക്ക് റേഞ്ചിലും വരില്ല. ക്ലിയർ ആണല്ലോ? സംഭവം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ. Find and sketch level curves of f of xy is equal to c on the same set of coordinate axis for values c equal to 0, 1 to f of xy equal to root 25 minus x square minus y square. അപ്പോൾ കാണുമ്പോഴേ അറിയാം സർക്കിളാണ്. സർക്കിൾ വരയ്ക്കാൻ എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി. സർക്കിളാണ് എക്സാമിന് കൂടുതലും ചോദിക്കാറ്. ചില കേസുകളിൽ നമുക്ക് എന്താണ് പരാബോള ചോദിക്കാറുണ്ട്, റെക്റ്റാങ്കുലർ ഹൈപ്പർബോള ഒക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. അത് നമ്മൾ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അത് എടുത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കി വെക്കാം. സർക്കിൾ എളുപ്പമാണ്, സർക്കിളാണ് കൂടുതലും എക്സാമിന് വരാൻ സാധ്യതയുള്ളത് കേട്ടോ. നോക്കിയാൽ എളുപ്പമാണ്, സിമ്പിളായിട്ട് സ്കോർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് വരയ്ക്കണം കേട്ടോ. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സി. സ്റ്റെപ്പൊക്കെ കറക്റ്റായിട്ട് എഴുതണം, ഓരോ കേസായിട്ട് എടുത്ത് വേണം ചെയ്യാൻ. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി. ഇനി കേസ് 1 ഓരോ കേസായിട്ട് നമുക്ക് എടുക്കും. അല്ലെങ്കിൽ ഇതൊന്ന് സ്ക്വയർ ചെയ്തൊന്ന് സോൾവ് ചെയ്തിട്ട് എടുക്കാം. ഇതൊന്ന് സ്ക്വയർ എടുക്കുക രണ്ട് സൈഡിലും. അപ്പോൾ എന്താണ് വരിക? 25 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, പുറത്തുള്ള സ്ക്വയറും റൂട്ടും കട്ടായി, ഈക്വൽ ടു സി സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, മൈനസ് ഉള്ള രണ്ടുപേരെ ഞാൻ വലതുവശത്തേക്ക് എടുത്തു. 25 മൈനസ് സി സ്ക്വയർ ഇപ്പോൾ എടുക്കുക അല്ലെ, 25 മൈനസ് സി സ്ക്വയർ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇത് ഓരോ കേസായിട്ട് നമ്മൾ ചെയ്യാം. കേസ് 1, സി ഇസ് ഈക്വൽ ടു 0 ആവുന്ന കേസ്. സിക്ക് 0, 1, 2 ഇങ്ങനെ 3 കേസായിട്ട് ചെയ്യണം. സി 0 ആവുകയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് 0 സ്ക്വയർ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ general equation of circle, general equation of circle centered at origin with radius r, centered at originum radius ആറുമായിട്ടുള്ള സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പോൾ നമുക്കിതെന്തോ കിട്ടുന്നത്? സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഒറിജിനും റേഡിയസ് 5 ആണ്. ഇറ്റ്സ് എ സർക്കിൾ, അത് എഴുതി വെക്കണേ. ഇതെന്താണ്? സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ, റേഡിയസ് എന്താണ്? റേഡിയസ് ഇസ് ഈക്വൽ ടു 5. അതാദ്യം വരച്ചു വയ്ക്കാം.
നിങ്ങൾ നല്ല നീറ്റായിട്ട് വരയ്ക്കണേ. സെൻറ്റേഡ് അറ്റ് ഒറിജിൻ 0 0, റേഡിയസ് 5 ആവുന്ന രീതിയിലൊരു സർക്കിൾ. ഓക്കെ, നിങ്ങൾ നല്ല നീറ്റായിട്ട് വരച്ചോളൂ കേട്ടോ. ഞാൻ വരയ്ക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ, ഇതിനകത്ത് വരയ്ക്കുന്നതിന് കുറച്ച് പണിയാണ് റൈറ്റിംഗ് പാഡ് യൂസ് ചെയ്ത് വരയ്ക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 5 ആണ് കേട്ടോ, ഇത് -5 5. ഓക്കെ, നിങ്ങൾ നീറ്റായിട്ട് തന്നെ എക്സാമിന് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കേസ് 2 പറഞ്ഞേ മക്കളെ. ഓരോ കേസും വരച്ച് പോണേ. സ്കെച്ച് ചെയ്യാനും പറയുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. കേസ് 2 C = 1 ആവുന്ന കേസ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. x² + y² = 25 - 1². അതായത് x² + y² = 25 - 1 24. അതായത് x² + y² = √24ൻ്റെ സ്ക്വയർ. ഇതെന്താണ്? സർക്കിൾ സെൻറ്റേഡ് അറ്റ് 0 0, അതായത് ഒറിജിൻ, ആൻഡ് എന്താണ്? സെൻറ്റേഡ് അറ്റ് ഒറിജിൻ വിത്ത് റേഡിയസ് എന്താണ്? √24. ഓക്കെ, √24 എന്ന് പറഞ്ഞാൽ എന്താണ്? 5ൻ്റെ സ്ക്വയറാണ്. √25 5 ആണ്. ഇപ്പോൾ 5നേക്കാൾ താഴെ ആയിരിക്കും √24. 5ൻ്റെ തൊട്ട് താഴെ എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരയ്ക്കാം. 5ൻ്റെ തൊട്ട് താഴെ റേഡിയസ് ആയിട്ട് വരുന്ന രീതിയിൽ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ കേസിൽ റേഡിയസ് എന്താണ്? √24 ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കേസിൽ റേഡിയസ് 5 ആയിരുന്നു. രണ്ടാമത്തെ കേസിൽ റേഡിയസ് √24 ആണ്. ഇനി മൂന്നാമത്തെ കേസിലെ റേഡിയസ് എന്ത് വരും നോക്കാം. മൂന്നാമത്തെ കേസിൽ സർക്കിൾ എങ്ങനെയാണ് വരുന്നത്? കേസ് 3 എടുക്കണം. കേസ് 3 എന്ന് പറഞ്ഞാൽ സിക്ക് പകരം നമ്മൾ കൊടുക്കുന്ന വാല്യൂ എത്രയാണ്? 2 ആണ് അല്ലേ? C = 2. അവിടുന്ന് x² + y² = 25 - 2². അതായത് x² + y² = 2² 4 ആണ്. 25 - 2 എന്ന് പറഞ്ഞാൽ 21 വരും. അതായത് x² + y² = √21ൻ്റെ സ്ക്വയർ. അപ്പോൾ എന്താണ്? സർക്കിളാണ്. സെൻറ്റർ 0 0 ആണ്. റേഡിയസ് √21 ആണ്. √21 എന്ന് പറഞ്ഞാൽ √24നേക്കാൾ കുറവാണ്. ഇതിൻ്റെ അകത്ത് വരും സർക്കിൾ. ഓക്കെ, മൂന്നാമത്തെ കേസിൽ നമുക്ക് റേഡിയസ് വരുന്നത് എത്രയാണ്? √21 ആണ് റേഡിയസ് വരിക. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ കേസിൽ നമുക്ക് റേഡിയസ് വന്ന് √21. അപ്പോൾ ഇങ്ങനെ 3 സർക്കിളുകളാണ്. ഇതാണ് നമ്മുടെ ലെവൽ കർവ്. ഈ രീതിയിലാണ് വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ റഫായിട്ട് ഒന്ന് സ്കെച്ച് ചെയ്താൽ മതി. പക്ഷേ എന്താണ്, വരയ്ക്കുന്നത് നീറ്റായിരിക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഭയങ്കര അലമ്പായിട്ട് വരയ്ക്കരുത്. സ്കെച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. റഫ് സ്കെച്ച് മതി, പക്ഷേ നീറ്റായിട്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, ഈ എഴുതുന്ന ഓരോ കേസിനുമാണ് നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. 6ാമത്തെ ചോദ്യം നോക്കിക്കോ. ഫൈൻഡ് ∂z/∂x ഇൻ എന്താണ്? yz - lnz = x + y. ഇതിനകത്ത് ∂z/∂x കണ്ടുപിടിക്കാനാണ് ചോദ്യം. എന്താണ്? പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ്. പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം z ഈസ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഫോർ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് x ആൻഡ് y ആണെന്ന് നമുക്കറിയാം. സോ z ഈസ് ഓൾവേസ് എ ഫംഗ്ഷൻ ആൻഡ് ഇവിടെ z വിത്ത് റെസ്പെക്ട് ടു x ആണ്. അപ്പോൾ y കോൺസ്റ്റൻറ്റ്, z-ൻ്റെ ഡെറിവേറ്റീവ് ∂z/∂x മൈനസ് ln ലോഗരത്തിൻ്റെ ഡെറിവേറ്റീവ് 1/z, ഉള്ളിലുള്ള z-ൻ്റെ ഡെറിവേറ്റീവ് ∂z/∂x. അത് മറന്നു പോരുത് കേട്ടോ. ചെയിൻ റൂൾ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. പുറത്തുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് = x-ൻ്റെ ഡെറിവേറ്റീവ് 1, y-യുടെ ഡെറിവേറ്റീവ് എന്ത് വരും? 0. കാരണം x വെച്ചിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. x വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ y-യുടെ ഡെറിവേറ്റീവ് 0 ആണ്. ഇനി നോക്കിക്കേ, ∂z/∂x നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. ബാക്കി y - 1/z എന്ന് വരും, = 1. സോ ∂z/∂x ഇൻറ്റു ഉള്ളിൽ ക്രോസ് ചെയ്താൽ yz - 1/z എന്ന് വരും. മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ = 1. അവിടുന്ന് ∂z/∂x എന്തോ വരുന്നത്?
അഗൈൻ ക്രോസ് ചെയ്യുക, ഇസഡ് ഡിവൈഡഡ് ബൈ വൈ ഇസഡ് മൈനസ് 1. ഓക്കെ ആണല്ലോ. ഇസഡ് ഡിവൈഡഡ് ബൈ വൈ ഇസഡ് മൈനസ് 1 ആണ് നമുക്ക് ആൻസർ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, 7ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ഓഫ് ln 2x plus 1 എന്നുള്ളതാണ് ചോദ്യം. ln 2x plus 1ൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവും വേണം, അതേപോലെ ln 2x plus 1ൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവും വേണം. ഈസി ആയിട്ട് ചെയ്യാലോ. y is equal to ln 2x plus 1 ആണ്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് dy ബൈ ഡി എക്സ് എടുത്താൽ ചെയിൻ റൂളാണ്, പുറത്തുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 1/2x plus 1 ലോഗരത്തിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു 2x plus 1ൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും, പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0, പ്ലസ് 0 ആയതുകൊണ്ട് എഴുതണ്ട. സോ 2 ഡിവൈഡഡ് ബൈ 2x plus 1 വരും. ദിസ് ഈസ് ദ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ d2y ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു, നോക്കിക്കേ, dy ബൈ ഡി എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ, ഡി ബൈ ഡി എക്സ് ഓഫ് dy ബൈ ഡി എക്സ് ആണ് d2y ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 കോൺസ്റ്റൻ്റ് ആണ്. ദെൻ 1/x ആയിട്ട് സങ്കല്പിച്ചാൽ അതിൻ്റെ ഡെറിവേറ്റീവ് -1/x സ്ക്വയർ. അപ്പോൾ -1/2x plus 1ൻ്റെ സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0. ചെയിൻ റൂൾ 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x സ്ക്വയർ. അപ്പോൾ -1/2x plus 1ൻ്റെ സ്ക്വയർ ഇൻറ്റു ആ 2x plus 1ൻ്റെ ഡെറിവേറ്റീവ് 2. അത് മറന്നു പോരുത്, ചെയിൻ റൂൾ പ്രകാരം അകത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻസർ എന്തായി? 2 ഇൻറ്റു -1 ഇൻറ്റു 2 -4 വരും, ഡിവൈഡഡ് ബൈ 2x plus 1 ഹോൾ സ്ക്വയർ. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആയി, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആയി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, 8ാമത്തെ ചോദ്യം. ചെയിൻ റൂളിൻ്റെ വരുന്ന ഒരു ചോദ്യമാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഓഫ് സൈൻ ഓഫ് എക്സ് മൈനസ് 4. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് ഓഫ് സൈൻ ഓഫ് എക്സ് മൈനസ് 4 കണ്ടുപിടിച്ചേ. അപ്പോൾ ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ കോസ്, അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് 4, അകത്തുള്ളത് അതേപോലെ തന്നെ ഇട്ടു, ഇൻറ്റു അതിനകത്തുള്ള ഫംഗ്ഷൻ സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എക്സ് മൈനസ് 4, അതിനകത്തുള്ള ഫംഗ്ഷൻ എക്സ് മൈനസ് 4, അതിൻ്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, സോ അതായത് മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് 4 ഇൻറ്റു കോസ് ഓഫ് എക്സ് മൈനസ് 4. ഇതാണ് ചെയിൻ റൂൾ പ്രകാരം നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കിട്ടുക. ക്ലിയർ ആണല്ലോ. 8, 9ാമത്തെ ചോദ്യം നോക്കിക്കോ. ലീനിയറൈസ് ചെയ്യാനാണ് ചോദ്യം. ലീനിയറൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു പൈ. സോ ലീനിയറൈസേഷൻ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് എ ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എ വാല്യൂ എന്ന് പറയുന്നത് പൈ ആണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് ആണ്. അപ്പം എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് പൈ വരും, ദാറ്റ്സ് ഈക്വൽ ടു ടാൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള സീക്ക് സ്ക്വയർ എക്സ് വരും. എഫ് ഡാഷ് എ എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് പൈ, ദാറ്റ്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ പൈ ഈക്വൽ ടു 1 കോസ് സ്ക്വയർ പൈ എന്ന് വരും. സോ 1 ഡിവൈഡഡ് ബൈ കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഓക്കെ, കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്, അതിൻ്റെ സ്ക്വയർ 1/1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/1, ആൻസർ 1 കിട്ടും. സോ പോയിന്റ് കൊടുത്താൽ എൽ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് പൈ പ്ലസ് എഫ് ഡാഷ് പൈ ഇൻറ്റു എക്സ് മൈനസ് പൈ എന്നാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് എ ഇൻറ്റു എക്സ് മൈനസ് എ ആണ് എന്തെന്ന് പറയുക. ഓക്കെ, എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് എ ഇൻറ്റു എക്സ് മൈനസ് എ, എഫ് ഓഫ് പൈ പ്ലസ് എഫ് ഡാഷ് പൈ ഇൻറ്റു എക്സ് മൈനസ് പൈ. എഫ് ഓഫ് പൈ എന്ന് പറയുന്നത് 0 ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എഫ് ഓഫ് പൈ 0 പ്ലസ് എഫ് ഡാഷ് പൈ എന്ന് പറയുന്നത് 1 ആണ് ഇൻറ്റു എക്സ് മൈനസ് പൈ. ഓക്കെ, ഇത് കണ്ടുപിടിക്കുന്ന സൈഡിൽ നമ്മൾ കാണിക്കണം കേട്ടോ, എങ്കിലേ അതിൻ്റെ മാർക്ക് കിട്ടുള്ളൂ. സോ ആൻസർ എന്തോടെ വരുന്നത്? 0 + 1 ഇൻറ്റു എക്സ് മൈനസ് പൈ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് പൈ വരും ആൻസർ. അതായിരുന്നു 9ാമത്തെ ചോദ്യം. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യൂസ് ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ ടു ഫൈൻഡ് dy ബൈ ഡി എക്സ് ഇൻ
2xy plus y square is equal to x plus y. ഓക്കെ, 2xy plus y square equal to x plus yയിൽ dy by dx കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ ഉപയോഗിക്കണം. ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യുക? എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇപ്പോൾ 2 ഇൻറ്റു എക്സും വൈയും ഫംഗ്ഷനാണ്, പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy by dx പ്ലസ് സെക്കൻഡ് വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും, പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy by dx. അത് മറന്നുമല്ലോ കേട്ടോ, വൈ ഉള്ള ഒരു ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള dy by dx അതിൻ്റെ കൂടെ വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? dy by dx. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2x ഇൻറ്റു dy by dx പ്ലസ് 2y പ്ലസ് 2y ഇൻറ്റു dy by dx ഈക്വൽ ടു 1 പ്ലസ് dy by dx. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? dy by dx ഉള്ള ടേംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് dy by dx ഉള്ള ആൾക്കാർ 2x ഇൻറ്റു dy by dx ഉണ്ട്. മൂന്നാമത്തെ ടേം ഒരു 2y ഇൻറ്റു dy by dx ഉണ്ട്. റൈറ്റ് സൈഡിലൊരു dy by dx ഉണ്ട്, അത് ലെഫ്റ്റിലേക്ക് എടുത്താൽ മൈനസ് dy by dx. റൈറ്റ് സൈഡിലൊരു 1 ഉണ്ട്, ലെഫ്റ്റ് സൈഡിലൊരു 2y ഉണ്ട്, അത് ഞാൻ റൈറ്റിലേക്ക് എടുക്കുന്നു. അപ്പോൾ 1 മൈനസ് 2y എന്ന് വരും. ഇനി ലെഫ്റ്റിൽ 3 ടേംസിൽ നിന്നും നമുക്ക് എന്ത് പുറത്തെടുക്കാം? dy by dx പുറത്തെടുക്കാം. ബാക്കി എന്തുണ്ടാവും? 2x പ്ലസ് 2y മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 മൈനസ് 2y. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? dy by dx എഴുതാൻ പറ്റും. ദെർഫോർ dy by dx ഇസ് ഈക്വൽ ടു 1 മൈനസ് 2y ഡിവൈഡഡ് ബൈ 2x പ്ലസ് 2y മൈനസ് 1. dy by dx എന്താണ്? 1 മൈനസ് 2y ഡിവൈഡഡ് ബൈ 2x പ്ലസ് 2y മൈനസ് 1. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 11ാമത്തെ ചോദ്യം. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ആൻഡ് നോർമൽ ടു ദ കർവ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു 9x സ്ക്വയർ. അപ്പോൾ ഇംപ്ലിസിറ്റിൽ തന്നിട്ടുള്ള ഒരു കർവാണ് അറ്റ് ദ പോയിന്റ് 1, 2. അപ്പം ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റിൻ്റെ ഫോർമുല എന്താണ്? y മൈനസ് വൈ നോട്ട് ഇസ് ഈക്വൽ ടു dy by dx അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു x minus x naught, where y minus y naught, x naught y naught is the point of tangent C. Okay, so ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം? dy by dx at x naught y naught ഉണ്ട്, x naught y naught ഉണ്ട്, 1, 2 ഉണ്ട്. dy by dx at x naught y naught കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. നോക്കിക്കേ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് y ക്യൂബ് ഇസ് ഈക്വൽ ടു 9x സ്ക്വയർ. അപ്പോൾ ആദ്യമേ തന്നെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ വരും. y ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3y സ്ക്വയർ. വൈയുടെ ഡെറിവേറ്റീവ് dy by dx ഈക്വൽ ടു 9 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x. ഓക്കെ, സോ dy by dx അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് 1, 2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 2. ഇത് സോൾവ് ചെയ്താൽ dy by dx കിട്ടും. 3 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2 സ്ക്വയർ dy by dx ഈക്വൽ ടു 9 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 18 വരും, ഇൻറ്റു എക്സിന് പകരം 1. ഓക്കെ, സോ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ 3 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്, അത് അപ്പുറം കൊണ്ടുപോകാം. 2 സ്ക്വയർ 4 ആണ്, 3 4 12 dy by dx വരും ഈക്വൽ ടു 18 മൈനസ് 3 എത്രയാണ് വരിക? 15. അവിടുന്ന് dy by dx നമുക്ക് എന്ത് കിട്ടും? dy by dx എന്ന് പറയുന്നത് 15 ഡിവൈഡഡ് ബൈ 12. 3 കൊണ്ട് കട്ട് ചെയ്യാം. 3 4 12, 3 5 15. അപ്പോൾ 5/4 കിട്ടും സ്ലോപ്പ്. ദെർഫോർ ഇനി കണ്ടുപിടിച്ചേ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ്. ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ് വരിക? y മൈനസ് വൈ നോട്ട്. വൈ നോട്ട് എന്ന് പറഞ്ഞാൽ 2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു dy by dx എന്ന് പറഞ്ഞാൽ 5/4 കിട്ടി.
ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 1. ക്രോസ് ചെയ്താൽ 4 ഇൻറ്റു വൈ മൈനസ് 2 ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് മൈനസ് 1. അതായത് 4y മൈനസ് 8 ഇസ് ഈക്വൽ ടു 5x മൈനസ് 5 എന്ന് വരും. അതായത് 5x മൈനസ് 4y മൈനസ് 5 പ്ലസ് 8 ഇസ് ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ? അതായത് 5x മൈനസ് 4y പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0. 5x മൈനസ് 4y പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ്. 5x മൈനസ് 4y പ്ലസ് 3 ഈക്വൽ ടു 0. സിമിലർലി ഇക്വേഷൻ ഓഫ് നോർമൽ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ആദ്യമേ എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് ഓഫ് നോർമൽ കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റെസിപ്രോക്കൽ ഓഫ് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്ന് പറയാം അല്ലേ? അതാണ് സ്ലോപ്പ് ഓഫ് നോർമൽ. അതായത് -1 ബൈ സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് ആണ് സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് പറയുന്നത് അല്ലേ? -1 ഡിവൈഡഡ് ബൈ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്. കാരണം ടാൻജൻറ്റും സ്ലോപ്പും പെർപെൻഡിക്കുലർ ആണ്. 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്സിൻ്റെ പ്രോഡക്റ്റ് -1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ -1 ബൈ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 4/5 ആണ്. ഓക്കെ, 5/4 ആണ്. dy/dx ആണ് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്, ശരിയല്ലേ? 5/4 ആണ് എന്ത്? സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്. ദിസ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്. സോ -1/5/4 എന്ത് കിട്ടുന്നത്? 4 നേരെ മുകളിലേക്ക് എടുക്കാം, -4/5 വരും. ഇപ്പോൾ സ്ലോപ്പ് ഓഫ് നോർമൽ എന്ത് കിട്ടി നമുക്ക്? -4/5 കിട്ടി. സോ ഇനിയിപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇക്വേഷൻ ഓഫ് നോർമൽ കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഓഫ് നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമലിൻ്റെ ഇക്വേഷൻ y മൈനസ് y നോട്ട് ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് നോർമൽ ഇൻറ്റു, അതായത് -1/dy/dx അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നതാണ് സ്ലോപ്പ് ഓഫ് നോർമൽ. ദാറ്റ്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ y മൈനസ് y നോട്ട് എന്ന് പറയുന്നത് എന്താണ്? y കോർഡിനേറ്റ് 2 ആണ്. -1 ബൈ സ്ലോപ്പ് ഓഫ് നോർമൽ അത് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? -1/dy/dx അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. എന്താണ്? അതാണ് സ്ലോപ്പ്. ദിസ് ഈസ് ദ സ്ലോപ്പ് ഓഫ് നോർമൽ. -1/dy/dx അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. ഇയാളെയാണ് നമ്മൾ സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് വിളിക്കുന്നത്. സ്ലോപ്പ് ഓഫ് നോർമൽ അത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? -4/5 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് കോർഡിനേറ്റ് 1 ആണ്. ഓക്കെ, 5 ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 5 ഇൻറ്റു വൈ മൈനസ് 2 ഈക്വൽ ടു -4 ഇൻറ്റു എക്സ് മൈനസ് 1. അതായത് 5y മൈനസ് 10 ഇസ് ഈക്വൽ ടു -4x മൈനസ് ഓഫ് മൈനസ് പ്ലസ് 4. -4x ഇപ്പുറം വന്ന 4x പ്ലസ് 5y മൈനസ് 10 പ്ലസ് 4 ഇപ്പുറം വന്ന -4 ഈക്വൽ ടു 0. അതായത് 4x പ്ലസ് 5y മൈനസ് 14 ഇസ് ഈക്വൽ ടു 0. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇക്വേഷൻ ഓഫ് നോർമൽ. 4x പ്ലസ് 5y മൈനസ് 14 ഇസ് ഈക്വൽ ടു 0 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നോർമലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റുമായി ഇക്വേഷൻ ഓഫ് നോർമലുമായി. ചോദ്യം ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് 12ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഡിറ്റർമിൻ ദ കോൺകേവിറ്റി ഓഫ് എന്താണ്? നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് എടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ മൈനസ് 3x² പ്ലസ് 2x. കോൺകേവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കോൺകേവ് അപ്പോ ഡൗണോ ഉണ്ടോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് f' ആദ്യം എടുക്കുന്നു. x³ ഡെറിവേറ്റീവ് 3x² മൈനസ് 3 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x പ്ലസ് 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ എന്ത് വരും? 3x² മൈനസ് 6x പ്ലസ് 2 വരും. ഇതാണ് നമ്മുടെ f'(x). അടുത്തിനി എന്ത് കണ്ടുപിടിക്കും? f'(x) കണ്ടുപിടിക്കും. 3 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x മൈനസ് 6 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 2ൻ്റെ ഡെറിവേറ്റീവ് 0. അതായത് 6x മൈനസ് 6 വരും. ഇതാണ് നമ്മുടെ f'(x). കോൺകേവിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ f'(x)നെ നമ്മൾ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അതായത് 6x
മൈനസ് 6 ഈക്വൽ ടു 0, 6x ഈക്വൽ ടു 6, അവിടുന്ന് എക്സ് ഈക്വൽ ടു 6/6 ഇസ് ഈക്വൽ ടു 1. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ, അതാണ് അവിടെയാണ് എന്തുണ്ടാവുന്നത്, കോൺകേവിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 1 കിട്ടി. ഇനി ആ പോയിന്റിന് മുമ്പാണോ ശേഷമാണോ അപ്പും ഡൗണും എന്നാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്പർ ലൈനിൽ 1 മാർക്ക് ചെയ്തു, 2 ഇൻ്റർവെല്ല് ഫോം ചെയ്തു, -∞ തൊട്ട് 1 വരെയും 1 തൊട്ട് ഇൻഫിനിറ്റി വരെയും. ഒരു ഇൻ്റർവെല്ലിൽ നിന്ന് നമ്മളൊരു ചെക്ക് പോയിന്റ് എടുക്കുന്നു. 0 വരുന്നത് ഇവിടെയാണ് അല്ലേ, 1ന് മുൻപാണ് 0 വരുന്നത്. അപ്പോൾ അത് ചെക്ക് പോയിന്റ് ആയിട്ട് എടുക്കുന്നു. അത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിലേക്ക് കൊടുക്കുന്നു. f' ഓഫ് 0 ഇസ് ഈക്വൽ ടു എന്ത് വരും, 6 × 0. f' ഓഫ് x 6x മൈനസ് 6 ആണ്. അപ്പോൾ 6 × 0 - 6, അതായത് -6 വരും അല്ലേ. f' ഓഫ് 0 എന്ന് പറഞ്ഞാൽ -6. -6 എന്ന് പറഞ്ഞാൽ എന്താണ്, ലെസ് ദാൻ 0. ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ കോൺകേവ് ഡൗൺ അല്ലേ, കോൺകേവ് ഡൗൺ ആണ്. സോ അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ -∞ 1 എന്നുള്ള ഇൻ്റർവെല്ലിൽ കോൺകേവ് ഡൗണും, അപ്പോൾ ഒബ്വിയസ്ലി തൊട്ടടുത്ത 1 to ∞ എന്നുള്ള ഇൻ്റർവെല്ലിൽ കോൺകേവ് അപ്പും ആയിരിക്കും. ഓക്കെ, കാരണം ഒരു ഡൗൺ കഴിഞ്ഞാൽ അടുത്ത ഇൻ്റർവെല്ലിൽ എന്തായാലും അപ്പായേ പറ്റുള്ളൂ. 2 ഡൗൺ ഇൻ്റർവെല്ല് ഒരിക്കലും ഒരുമിച്ച് വരില്ലല്ലോ. അതേപോലെ 2 അപ്പ് ഇൻ്റർവെല്ലും വരില്ല, ശരിയല്ലേ. സോ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഇൻ്റർവെല്ലിൽ എന്ന് പറഞ്ഞാൽ എടുത്ത് ചെക്ക് ചെയ്തോളൂ, ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കാണിക്കാൻ വേണ്ടി. f1ന് ശേഷമുള്ള ഒരു പോയിന്റ് 2 എടുക്കാം. f' ഓഫ് 2 എന്ന് എടുത്താൽ എന്താണ് വരിക, 6 × 2 - 6, 12 - 6 ഇസ് ഈക്വൽ ടു 6 ഗ്രേറ്റർ ദാൻ 0. സോ -∞ to 1 എന്നുള്ള ഇൻ്റർവെല്ലിൽ കോൺകേവ് ഡൗൺ ആണെന്ന് മനസ്സിലായി. അതേപോലെ 1 to ∞ എന്നുള്ള ഇൻ്റർവെല്ലിൽ കോൺകേവ് അപ്പ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ആ പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നുണ്ട്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ, അപ്പോൾ എക്സ് കോർഡിനേറ്റ് കിട്ടി 1, വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ f(1) എടുത്താൽ മതി അല്ലേ. ആ എക്സിൻ്റെ വാല്യൂ എഫിൽ കൊടുത്താൽ മതി. സോ 1, f(1) എന്ന് പറഞ്ഞാൽ f(x)ൽ എക്സിന് 1 കൊടുക്കുക, f(x)ൽ എക്സിന് 1 കൊടുക്കുക, ശരിയല്ലേ. f(x)ൽ എക്സിന് 1 കൊടുത്താൽ 1³ -3 × 1² + 2 × 1. ഓക്കെ, സോ 1, 1 - 3 + 2. സോ 1, 1 - 3 എന്ന് പറഞ്ഞാൽ -2 + 2, -2 + 2 കട്ട് ചെയ്യാം. സോ 1, 0. ഇതാണ് എന്ത്, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 1, 0 ആണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കോളൂ. 13ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ഗ്രേഡിയന്റ് ഓഫ് ദ ഫംഗ്ഷൻ f(xy) = xy² at 2 - 1. 2 - 1 എന്നുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കണം. ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലാർ ആണ് നമുക്ക് വേണ്ടത്. ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലാർ ആണ് നമ്മൾ ഗ്രേഡിയന്റ് എന്ന്, ഡെൽ ഓപ്പറേറ്റർ ടു എ സ്കെയിലാർ ആണ് ഗ്രേഡിയന്റ് എന്ന് വിളിക്കുന്നത്. ഡെൽ ഓപ്പറേറ്റർ ടു എ വെക്റ്റർ എന്ന് പറയുന്നത് 2 രീതിയിലുണ്ടാവാം. അതൊന്നില്ലെങ്കിൽ ഡൈവർജൻസ് ആവാം, അല്ലെങ്കിൽ കേൾ ആവാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡെൽ ഡോട്ട് എഫ് ആണെങ്കിൽ അത് ഡൈവർജൻസും, ഡെൽ ക്രോസ് എഫ് ആണെങ്കിൽ അത് കേളുമാണ് എന്നൊക്കെ നമുക്കറിയാം. സോ ഇവിടെ നമുക്ക് ഗ്രേഡിയന്റ് ഓഫ് എ എന്താണ് ചോദിക്കുന്നത്, ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലാർ ഫീൽഡ് ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സോ ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലാർ, ഡെൽ ഓപ്പറേറ്റർ ടു എ സ്കെയിലാർ ഫീൽഡ് ആണ് ഗ്രേഡിയന്റ്. ഒന്നും ആലോചിക്കേണ്ട, ഡെൽ എഫ് കണ്ടുപിടിക്കാം. ഡെൽ എഫ് ഉണ്ടെങ്കിൽ ഡെൽ എഫ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ∂f/, ഇവിടെ എക്സിലും വൈയിലും ഉള്ള ഫംഗ്ഷനാണ്, ∂f/∂x × i + ∂f/∂y × j. ഓക്കെ, സോ അതായത് ∂/∂x ഓഫ് എഫിന് പകരം xy² i + ∂/∂y ഓഫ് എഫിന് പകരം xy² j. ഓക്കെ, സോ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. സോ y² i എന്ന് വരും, പ്ലസ് ഇവിടെ എക്സ് മാറ്റി നിർത്തിയാൽ y² ഡെറിവേറ്റീവ് 2y വരും, j. അതായത് y² i + 2xy j എന്ന് വരും. ഓക്കെ, അറ്റ് പോയിന്റ് വന്നിട്ടുണ്ടല്ലോ. അറ്റ് എന്താണ്, x = 2, y = -1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. yക്ക് -1 കൊടുത്താൽ -1ൻ്റെ സ്ക്വയർ i
പ്ലസ് 2 ഇൻറ്റു എക്സിന് പകരം 2 ഇൻറ്റു വൈക്ക് പകരം -1 ജെ. -1ൻ്റെ സ്ക്വയർ 1 ആവും, അപ്പോൾ ഐ എന്ന് വരും. 2 ഇൻറ്റു 2 4 ഇൻറ്റു -1 -4 വരും ജെ. അതായത് I - 4j. ഓക്കെ ആണോ നോക്കണേ? നമുക്ക് ആൻസർ എന്താണ് വരിക? I - 4j ആണ് നമുക്ക് ആൻസർ വരിക. നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, 1 - 4 ഇങ്ങനെ എടുത്തെഴുതുന്നത് നല്ലതാണ്. നമ്മൾ ഈ ഒരു നൊട്ടേഷൻ വെച്ചിട്ടാണ് കൂടുതലും സിംപ്ലിഫിക്കേഷൻസ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, 13. നെക്സ്റ്റ് 14ാമത്തെ ചോദ്യം നോക്കോളൂ. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 14ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് f of xy is equal to 2xy - 3y² at the point 5, 5 in the direction of the vector u is equal to 4i plus 3j. So very important, 100% sure. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, എന്താ പഠിച്ചു വെക്കേണ്ട ഫോർമുല? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ഈസ് del f dot u cap. ഇതാണ് നമ്മുടെ ഫോർമുല. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ യു ഈസ് del f dot u cap. അപ്പം അതിനുവേണ്ടി ഇത് കണ്ടുപിടിക്കുക, del f കണ്ടുപിടിക്കുക. del f എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ എഫ് ബൈ, ഇവിടെ എക്സിലും വൈയിലും ഉള്ള ഫംഗ്ഷനാണ്, ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ. ഓക്കെ, സോ ആദ്യമേ എഫിനെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ അവിടെ 2y കോൺസ്റ്റൻറ്റ്, എക്സിന് ഡെറിവേറ്റീവ് 1 വരും, 3y² മൊത്തത്തിൽ കോൺസ്റ്റൻ്റ് ആവും, അത്രയും ഐ. ഇനി എഫിനെ y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ അവിടെ 2x കോൺസ്റ്റൻറ്റ് -3 ഇൻറ്റു y² ഡെറിവേറ്റീവ് 2y വരും, അത്രയും എന്താണ്? ജെ. ഓക്കെ, അതായത് 2y പ്ലസ് 2x - 6y ജെ എന്ന് വരും. അറ്റ് പോയിന്റ് വന്നിട്ടുണ്ടല്ലോ, അറ്റ് x is equal to 5, y is equal to 5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു 5i പ്ലസ് 2 ഇൻറ്റു 5 - 6 ഇൻറ്റു 5 ജെ ഈക്വൽ ടു 10i എന്ന് വരും. 10 - 30 -20 വരും, 10 - 20 ജെ എന്ന് വരും, 10i - 20 ജെ എന്ന് വരും. അപ്പോൾ ഇതാണ് del f. ഇപ്പോൾ del f കിട്ടി. ഇനി യു ക്യാപ്പ് കണ്ടുപിടിക്കുക. യു ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്റ്റർ യു ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ യു. അല്ല, ഒരു വെക്റ്ററിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ് കൊണ്ട് ഹരിക്കുന്നതാണ് അതിൻ്റെ യൂണിറ്റ് വെക്റ്റർ. ആ വെക്റ്ററിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 1 എന്ന് പറയുന്നത്. ശരിയല്ലേ? സോ എന്ത് വരും ഇവിടെ? 4i പ്ലസ് 3j ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ റൂട്ട് ഓഫ് എന്താണ്? എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെയുടെ മാഗ്നിറ്റ്യൂഡ് എന്താ? വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ആർ എന്തായിരുന്നു? റൂട്ട് ഓഫ് a² പ്ലസ് b² പ്ലസ് c² ആയിരുന്നു അല്ലേ? റൂട്ട് ഇതെന്ത് വരും? 4² പ്ലസ് 3² വരും. ശരിയാണല്ലോ? റൂട്ട് ഓഫ് 4² പ്ലസ് 3². സോ 4i പ്ലസ് 3j ഡിവൈഡഡ് ബൈ റൂട്ട് 16 പ്ലസ് 9, 16 9 25ൻ്റെ റൂട്ട് 5 വരും. 4i പ്ലസ് 3j ഡിവൈഡഡ് ബൈ 5. ഓക്കെ ആണല്ലോ? സോ ഇനി ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ഇസ് ഈക്വൽ ടു del f dot u cap. del f dot u cap is equal to del f കണ്ടുപിടിച്ചിട്ടുണ്ട് 10i മൈനസ് 20j ഡോട്ട് യു ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 4i പ്ലസ് 3j ഡിവൈഡഡ് ബൈ 5. മുകളിൽ ഡോട്ട് എടുക്കുക. എന്താണ്? ഐയുടെ കോയിഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. 10 ഇൻറ്റു 4 40. ശ്രദ്ധിച്ചിരിക്കണേ, ഐയുടെ കോയിഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് വരിക? 10 ഇൻറ്റു 4 40 മൈനസ് 20 ഇൻറ്റു 3 മൈനസ് 60 വരും. ഓക്കെ, മൈനസ് 20 ഇൻറ്റു 3 മൈനസ് 60 ഡിവൈഡഡ് ബൈ 5 ഉണ്ട്. 40 മൈനസ് 60 എന്ന് പറഞ്ഞാൽ മൈനസ് 20 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു -4. ഓക്കെ, സോ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എന്താണ് കിട്ടുക? നമുക്ക് -4 ആണ് ആൻസർ കിട്ടുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
15ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഫൈൻഡ് ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഓഫ് ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൈ ആണ് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ. എഫ് ഓഫ് എക്സ് കോമ വൈ ആണ്. എഫ് ഓഫ് എക്സ് കോമ വൈയുടെ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y പ്ലസ് 9. ഓക്കെ, അപ്പോൾ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ തേർഡ് മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തതാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ എഫ് എക്സ് കണ്ടുപിടിക്കുന്നു. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, വൈ സ്ക്വയറിൻ്റെത് 0, 4y 0, 9 0. എഫ് വൈ കണ്ടുപിടിക്കുന്നു. വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. എക്സ് സ്ക്വയറിൻ്റെ 0, വൈ സ്ക്വയറിൻ്റെത് 2y മൈനസ് 4 വൈയുടേത് 1, 9 0. ഇനി ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എഫ് എക്സ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു, എഫ് വൈ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. എഫ് എക്സ് 0 ആയാൽ 2x ഈക്വൽ ടു 0, അവിടുന്ന് എക്സ് ഈക്വൽ ടു 0 കിട്ടും. എഫ് വൈ 0 ആയാൽ 2y മൈനസ് 4 ഈക്വൽ ടു 0, അവിടുന്ന് 2y ഇസ് ഈക്വൽ ടു 4, y ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻ്റായി അല്ലേ. ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ് കോമ വൈ ആണ്. എന്ത് വരും? 0,2 ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ പോയിന്റിലാണ് ഒരു എക്സ്ട്രീമായി ഉണ്ടാവുന്നത്. അത് മാക്സിമം ആവാം മിനിമം ആവാം. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എഫ് എക്സ് എക്സ് കണ്ടുപിടിക്കണം. എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2 വരും. എഫ് വൈ വൈ കണ്ടുപിടിക്കണം. 2y മൈനസ് 4ൻ്റെ ഡെറിവേറ്റീവ് അതും 2 വരും. 2 ഇൻറ്റു വൈയുടേത് 1, 4ൻ്റെ 0. ഇനി എഫ് എക്സ് വൈ കണ്ടുപിടിക്കണം. എക്സ് കൊണ്ട് ചെയ്ത് വെച്ച ഉത്തരത്തിനെ, അതായത് 2xനെ y കൊണ്ട് ചെയ്യുമ്പോൾ 0, കാരണം അവിടെ y ഇല്ലല്ലോ. ഇനി ഡി കണ്ടുപിടിക്കണം. ഡി ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈയുടെ സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് എക്സ് 2 ആണ്, എഫ് വൈ വൈ 2 ആണ്, എഫ് എക്സ് വൈ 0 ആണ്. അതിൻ്റെ സ്ക്വയർ ആൻസർ 4 വരും. ഗ്രേറ്റർ ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആയിരുന്നെങ്കിൽ ആ പോയിന്റ് സാഡിൽ പോയിന്റ് ആണെന്ന് പറയാമായിരുന്നു. ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഒരു റിലേറ്റീവ് എക്സ്ട്രീമ ഉണ്ട്. ആ റിലേറ്റീവ് എക്സ്ട്രീമ എന്ന് പറയുന്നത് ഒരുപക്ഷെ റിലേറ്റീവ് മാക്സിമ ആവാം, അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമ ആവാം, ലോക്കൽ മാക്സിമ ആവാം, അല്ലെങ്കിൽ ലോക്കൽ മിനിമ ആവാം. അതിലേതാണ് സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എഫ് എക്സ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ആണ് തീരുമാനിക്കുന്നത്. സോ എഫ് എക്സ് എക്സ് അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്, എഫ് എക്സ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു ക്രിട്ടിക്കൽ പോയിന്റ് 0 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 2. എഫ് എക്സ് എക്സ് 2 ആണ്, അതിനകത്ത് പോയിന്റ് ഒന്നും കൊടുക്കാനില്ല. 2 ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. എഫ് എക്സ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമ. എഫ് എക്സ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമ. അത് ചെക്ക് ചെയ്ത് നോക്കുന്നത് ഡി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രം. ഡി ലെസ് ദാൻ 0 ആണെങ്കിൽ ഡയറക്ട്ലി വി ക്യാൻ സേ ദാറ്റ് പോയിന്റ് ഈസ് എ സാഡിൽ പോയിന്റ്. ഓക്കെ, സോ 2 എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമയാണ്. ദെർഫോർ ലോക്കൽ മിനിമ അറ്റ് എന്താണ്? 0,2 എന്നുള്ള പോയിന്റ് ലോക്കൽ മിനിമയാണെന്ന് മനസ്സിലായി. കാരണം ഗ്രേറ്റർ ദാൻ 0 മിനിമയാണ്. അപ്പം ഇനി മിനിമം വാല്യൂ, എക്സ്ട്രീം വാല്യൂ എടുക്കാനാണ് ചോദ്യം. സോ അതിന് വേണ്ടിയിട്ട് മിനിമം വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ ക്രിട്ടിക്കൽ പോയിന്റ് ഫംഗ്ഷനിൽ കൊടുത്താൽ മതി. അതായത് എഫ് ഓഫ് 0,2 എടുത്താൽ മതി. ഓക്കെ, എഫ് ഓഫ് 0,2, എക്സിന് 0 വൈക്ക് 2, എഫ് ഓഫ് 0,2. എഫ് ഓഫ് എക്സ് വൈ നമ്മുടെ കയ്യിലുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y പ്ലസ് 9 ആണ്. അവിടെ എക്സിന് 0യും വൈക്ക് 2യും കൊടുക്കുക. അപ്പോൾ 0 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 പ്ലസ് 9. ഓക്കെ, എന്താണ് വരിക? 2 സ്ക്വയർ 4 വരും, 2 ഇൻറ്റു 4 8 വരും, പ്ലസ് 9 ഇസ് ഈക്വൽ ടു 4, 9 മൈനസ് 8 1 വരും, 4 പ്ലസ് 1 5 വരും. സോ ഇതിൻ്റെ മിനിമം വാല്യൂ എത്രയാണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൽ 9 മാർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്പ്ലിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 7 മാർക്ക് 7+2 എന്നുള്ള രീതിയിൽ കിട്ടും. എങ്കിലും വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 17ാമത്തെ ചോദ്യം നോക്കൂ. 15 ആയിരുന്നു അല്ലേ? 16ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇത് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെയിം മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്, എങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ആ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻറ്റ് 2x + 3y = 6.
യൂസിങ് എന്താണ് ലഗ്രാഞ്ചെ മൾട്ടിപ്ലെയർ. ലഗ്രാഞ്ചെ മൾട്ടിപ്ലെയർ വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ എഫ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ജി ഈക്വൽ ടു 0 ആക്കണം. അതിനുവേണ്ടി 6നെ നമ്മൾ ഇപ്പുറം എടുക്കണം. 2x പ്ലസ് 3y മൈനസ് 6 ഇതാണ് നമ്മുടെ ജി. ഓക്കെ, ഇനി നമ്മൾ എന്തെഴുതുന്നു? എൽ ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് ലാംഡ ജി. ദിസ് ഈസ് ദ ഓക്സിലറി ഇക്വേഷൻ. എഫ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ലാംഡ ഇൻറ്റു ജിക്ക് പകരം 2x പ്ലസ് 3y മൈനസ് 6. ഇനി 1 by 1 ആയിട്ട് ഓരോന്ന് ചെയ്യണം. ഡോ എൽ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക. എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, വൈ സ്ക്വയർ 0 ആവും. ലാംഡ ഇൻറ്റു 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ബാക്കിയെല്ലാം 0 ആയിപ്പോൾ. ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതായത് 2x ഈക്വൽ ടു മൈനസ് 2 ലാംഡ എന്ന് വരും. 2 കട്ട് ചെയ്താൽ ലാംഡ ഇസ് ഈക്വൽ ടു 2 കട്ട് ചെയ്താൽ ലാംഡ ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് വരും. ശ്രദ്ധിക്കണം മക്കളെ, ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് 2x പ്ലസ് 2 ലാംഡ ഈക്വൽ ടു 0. ഇത് 2 കൊണ്ട് കട്ട് ചെയ്താൽ എക്സ് പ്ലസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് വരും. അവിടുന്ന് ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ്. ഇത് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അതേപോലെ നമ്മളിനി എന്ത് ചെയ്യണം? ഡോ എൽ ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0, വൈ സ്ക്വയറിൻ്റെത് 2y വരും. ലാംഡ ഇൻറ്റു എക്സിൻ്റെത് 0 ആയി പോവും. 3 ഇൻറ്റു വൈയുടേത് 1 വരും. 6ൻ്റെത് 0 ആയി പോവും. ഇതാണ് ഡോ എൽ ബൈ ഡോ വൈ. ഈ ഡോ എൽ ബൈ ഡോ വൈനെ നമ്മളിനി എന്ത് ചെയ്യണം? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അതായത് 2y പ്ലസ് 3 ലാംഡ ഈക്വൽ ടു 0. അതായത് അവിടുന്ന് നമുക്ക് 3 ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് 2y എന്ന് കിട്ടും. അവിടുന്ന് ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് 2/3y എന്ന് വരും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന എല്ലിനെ ലാംഡ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ലാംഡ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ലാംഡയുടെ കോയിഫിഷ്യൻ്റ് തന്നെയായിരിക്കും ഉത്തരം എന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഡോ എൽ ബൈ ഡോ ലാംഡ എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എല്ലാം 0 ആയിപ്പോൾ ലാംഡയുടെ ഡെറിവേറ്റീവ് 1 ആവും. ലാംഡയുടെ കൂടെയുള്ള കോൺസ്റ്റൻ്റ് ആണ് ആൻസർ വരിക. 2x പ്ലസ് 3y മൈനസ് 6. കോൺസ്റ്റൻറ്റിനെ മാറ്റി നിർത്തി ലാംഡ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അത് 1 ആവും. ആൻഡ് ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2x പ്ലസ് 3y മൈനസ് 6 ഇപ്പുറം വന്നാൽ 6 എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം നോക്കുക. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് സെയിം ആണ്, ലാംഡയാണ്. അതിൻ്റെ റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യുക. സോ ഇക്വേറ്റിംഗ് എന്താണ്? 1 and 2. ഇക്വേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 1 and 2. 1 ഉം 2 ഇക്വേറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് സെയിം ആണ്, റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്താൽ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2/3y എന്ന് വരും. മൈനസ് മൈനസ് കട്ട് ചെയ്താൽ എക്സ് ഈക്വൽ ടു 2y ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇനി ഇക്വേഷൻ നമ്പർ 4 3യിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ നമ്പർ 4 in 3. Substituting equation number 4 in equation number 3. Equation number 4 equation number 3യിലേക്ക് കൊടുത്താൽ എന്ത് വരും? 2 ഇൻറ്റു എക്സിന് പകരം വാല്യൂ കൊടുക്കുക. 2y/3. 2 ഇൻറ്റു 2y/3 പ്ലസ് എന്തോ വരുന്നത്? 3y ഇസ് ഈക്വൽ ടു 6. 3y ഇസ് ഈക്വൽ ടു 6. അതായത് 4y/3 പ്ലസ് 3y ഇസ് ഈക്വൽ ടു 6. മൊത്തത്തിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4y പ്ലസ് 9y ഇസ് ഈക്വൽ ടു എന്താണ് വരിക? 3 6 18 വരും. 9 4 13y ഇസ് ഈക്വൽ ടു 18 എന്ന് വരും. അവിടുന്ന് y ഇസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 13. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈയുടെ വാല്യൂ കിട്ടി. ഈ വൈയുടെ വാല്യൂ കൊടുത്തുകൊണ്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി എക്സ് ഈക്വൽ ടു 2y/3 ഇക്വേഷൻ നമ്പർ 4 നമ്മുടെ കയ്യിലുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 2y ഡിവൈഡഡ് ബൈ 3 ആണ്. അതായത് 2/3 ഇൻറ്റു വൈക്ക് വരം വാല്യൂ കൊടുക്കുക. 18/13. 3ഉം 18ഉം കട്ട് ചെയ്താൽ 6 വരും. ശരിയല്ലേ? സോ ഈ 6 12 ഡിവൈഡഡ് ബൈ 13. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 12/13. ഈ പോയിന്റിൽ, അതായത് ഈ എക്സ് എന്താണ്? ക്രിട്ടിക്കൽ പോയിന്റിൽ. ഇപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റായി നമുക്ക്. ഈ ക്രിട്ടിക്കൽ പോയിന്റിലാണ് റിലേറ്റീവ് എക്സ്ട്രീം ഉണ്ടാവുക. ഈ ക്രിട്ടിക്കൽ പോയിന്റിലാണ് ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടുക. അപ്പോൾ ഇവിടെ ഒറ്റ ക്രിട്ടിക്കൽ പോയിന്റേ ഉള്ളൂ. അപ്പോൾ ആ ഒപ്റ്റിമം സൊല്യൂഷൻ എന്നുള്ളത് ഒബ്വിയസ്ലി മിനിമം ആയിരിക്കും. അതിനൊരു വേരിഫിക്കേഷൻ നമുക്കില്ല. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒക്കെ വെച്ച് നമ്മൾ
യൂണിവേരിയറ്റിൽ ചെയ്യുന്ന പോലെ നമുക്കിവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ക്രിട്ടിക്കൽ പോയിന്റിലാണ് ഒപ്റ്റിമം സൊല്യൂഷൻ എന്നാണ് റൂൾ പറയുന്നത്. ജസ്റ്റ് ആ പോയിന്റ് ഫംഗ്ഷനിലേക്ക് കൊടുത്താൽ ആൻസറായി. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ 12/13, വൈ എന്ന് പറഞ്ഞാൽ 18/13. ഓക്കെ, ഇത് നമ്മളെ ഫംഗ്ഷനിലേക്ക് കൊടുക്കുക. അതപ്പോൾ നമ്മുടെ ഒപ്റ്റിമം സൊല്യൂഷൻ. അവിടെ ഇത് വരുന്നത് മിനിമം വാല്യൂ ആണ്. മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ദെർഫോർ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് സി പി ആണ്. ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? എക്സിന് പകരം 12/13, വൈക്ക് പകരം 18/13. സോ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് x² + y² ആണ് നമ്മുടെ ഫംഗ്ഷൻ. സോ x² എടുക്കുക, 12/13ൻ്റെ സ്ക്വയർ പ്ലസ് y² എന്ന് പറഞ്ഞാൽ 18/13ൻ്റെ സ്ക്വയർ. 12/13ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 ഡിവൈഡഡ് ബൈ 169. 18ൻ്റെ സ്ക്വയർ 324/169. 4 4 8, 4 2 6, 3 1 4, 468/169. സോ ഇതാണ് നമ്മുടെ മിനിമം വാല്യൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയായിരുന്നു നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.